ഉണ്ണി മുകുന്ദന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിയെ സ്നേഹിക്കുന്ന ആരാധകരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. കേന്ദ്രം വന്ന് ഉണ്ണിയെ പൊക്കിക്കൊണ്ടു പോകുന്ന സമയം അധികം വൈകില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ണി മുകുന്ദന് വലിയ സിനിമകളൊന്നുമില്ല. മാർക്കോയ്ക്ക് ശേഷം പാൻ ഇന്ത്യൻ താരമായൊക്കെ ഉണ്ണി ഉയർന്നു വരും, ഉണ്ണിയെ വെച്ചിട്ട് സിനിമകൾ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് 2-ൽ ഉണ്ണി ഇല്ല എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഉണ്ണിയുടേതായിട്ട് ഇറങ്ങിയ ഒരു സിനിമ ഗെറ്റ് ബേബി, അങ്ങനെ ആ തരത്തിൽ എന്തോ സിനിമയാണ്. എനിക്ക് ആ സിനിമയുടെ പേര് കൃത്യമായി അറിയില്ല. എന്തായാലും ആ സിനിമയും വലിയ വിജയം കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഉണ്ണി മുകുന്ദൻ സിനിമാ ഫീൽഡ് വിട്ടോ, ഇനി മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോയോ, ഉണ്ണി മുകുന്ദൻ ഇവിടെ ഉണ്ടോ? കാരണം ഉണ്ണി മുകുന്ദന് വലിയ രീതിയിലുള്ള, ഉണ്ണി മുകുന്ദൻ സംഘിയാണ്, BJP-കാരനാണ്, മോദി സ്നേഹിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി മുകുന്ദനെതിരെ ഒരു വിഭാഗം വലിയ രീതിയിൽ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗൊക്കെ ഉണ്ണി മുകുന്ദന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ തരത്തിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ് ഉണ്ണി. പക്ഷെ പലപ്പോഴും ഉണ്ണി മുകുന്ദന്റെ അഭിനയം പലർക്കും അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല. പലർക്കും അത് എന്താ ഇയാൾ കാണിച്ചു വെക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങൾ പലപ്പോഴും ആളുകൾ, പ്രേക്ഷകരടക്കം, ഉണ്ണി മുകുന്ദനെ സ്നേഹിക്കുന്നവരടക്കം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് ഒരുപാട് പേരുടെ അടുത്ത് പോയി അവസരങ്ങൾ ചോദിച്ച് അങ്ങനെ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. എടുത്തു പറയത്തക്ക അങ്ങനെ സിനിമ ബന്ധങ്ങളോ സിനിമ കുടുംബ പശ്ചാത്തലങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ ഉണ്ണിയുടെ മികച്ച സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ മാർക്കോ ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ വയലൻസ് ആയിട്ടുള്ള സിനിമയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല. വലിയ ഭയങ്കര അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ അഭിപ്രായം പറയാൻ അറിയില്ല. എങ്കിലും എനിക്ക് മല്ലു സിംഗ് അടക്കമുള്ള ചില സിനിമകൾ, മല്ലു സിംഗ് പിന്നെ മമ്മൂട്ടിയുടെ വില്ലനായിട്ട് അഭിനയിച്ച ഒരു മൂവി ഗ്രാൻഡ് മാസ്റ്റർ അല്ല, അത്തരത്തിലുള്ളൊരു സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ അത്തരത്തിൽ സിനിമകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് വീണ്ടും ഉണ്ണി മുകുന്ദൻ വാർത്തകളിൽ നിറഞ്ഞത് മോദിയുടെ ജീവിതകാലം അല്ലെങ്കിൽ മോദിയുടെ ജീവചരിത്രം സിനിമയായി വരുന്നു. അതിന്റെ നായകൻ ഉണ്ണി മുകുന്ദനാണ് എന്നൊക്കെ. അപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു ജീവിതം അതറിയാൻ നമുക്കൊക്കെ വളരെ ആഗ്രഹമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു ചായ വിൽപ്പനക്കാരനായിരുന്നു എന്നും പിന്നീട് RSSലേക്ക് വന്നു എന്നുള്ളതും RSSൽ നിന്ന് വളർന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ കഥയൊക്കെ നമുക്കറിയാം. അതെ, ആ ഒരു പടികൾ കയറിപ്പോയത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ബാല്യം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ യൗവനം എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അത് സിനിമയായി വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായിരുന്നു. അത് അറിയാനുള്ള ഒരു ത്വരമുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സിനിമയൊക്കെ വരുമ്പോൾ അത് കൃത്യമായി പിന്നെ എന്താ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അത് അറിഞ്ഞിട്ടുണ്ടോ, ഈവൻ പ്രധാനമന്ത്രിയുടെ ജീവിതകഥയല്ലേ വരുന്നത്, അപ്പൊ പ്രധാനമന്ത്രി അത് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക. ഇപ്പോ ഇതുമായി, അതായത് ഇത്തരത്തിലൊരു ഉണ്ണി മുകുന്ദൻ സിനിമ തട്ടിപ്പാണോ എന്നുള്ള ചോദ്യമാണ്. കാരണം ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടില്ല, പ്രധാനമന്ത്രിക്ക് ചുറ്റുമുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല. അപ്പോ ഇതിന്റെ സംവിധായകൻ ക്രാന്തി കുമാറിന്റെ മുൻകാല സിനിമാ ചരിത്രവും സംശയങ്ങൾക്കിടയാക്കുന്നു. അപ്പൊ ഇതൊരു തട്ടിപ്പാണോ എന്നുള്ള ചോദ്യമാണ്. ഉണ്ണി മുകുന്ദൻ എവിടെ കാല് വെച്ചാലും കൈ വെച്ചാലും അവിടെയൊക്കെ വിവാദങ്ങളാണല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിത കഥ പറയുന്നത് എന്ന അവകാശവാദവും എത്തുന്ന മാ വന്ദേ എന്ന ചിത്രത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ. മോദിയുടെയോ പ്രധാനമന്ത്രിയുടെയോ അനുമതി ഇല്ലാതെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പോസ്റ്റർ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. ഉണ്ണി മുകുന്ദനാണ് നായകൻ. ചിത്രത്തിന്റെ പ്രൊമോഷൻ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. ചിത്രത്തിൽ നരേന്ദ്രമോദിയായി വേഷമിടുന്ന ഉണ്ണി മുകുന്ദന്റെ ജന്മദിനം പ്രമാണിച്ചാണ് പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തത്. സ്പെഷ്യൽ പോസ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി ആണ് പാൻ ഇന്ത്യൻ ചിത്രമായ മാ വന്ദേ നിർമ്മിക്കുന്നതെന്നാണ് അവകാശവാദം. ക്രാന്തി കുമാർ CH ആണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. എന്നാൽ ക്രാന്തി കുമാറിന്റെ പേരിൽ മികച്ച ചിത്രങ്ങളൊന്നും മുൻപ് ഉണ്ടായിട്ടില്ല. ഇത്തരമൊരു പ്രൊജക്ടിനെ സംശയത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും കാണുന്നത്. പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശവും ഡൽഹിയിലെ ഒരു കമ്പനിയാണ് നോക്കുന്നത്. അവർക്കും ഇത്തരമൊരു ചിത്രത്തെക്കുറിച്ച് അറിവില്ല. അനുമതി ഇല്ലാതെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്.
ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി വിവരശേഖരണം തുടങ്ങിയത്. സിനിമയുടെ സാമ്പത്തിക സ്രോതസ് അടക്കം IB പരിശോധിക്കും. ഇതിന്റെ പേരിൽ സാമ്പത്തിക സമാഹരണം നടക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. തെലുങ്ക് സംവിധായകനാണ് ക്രാന്തികുമാർ. C ഗ്രേഡ് സിനിമകളാണ് ഇയാൾ എടുത്തിട്ടുള്ളത്. C ഗ്രേഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇത്തരത്തിലുള്ള മോദിയുടെ ആത്മകഥാ അംശമുള്ള സിനിമ സംവിധാനം ചെയ്യുന്നതും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. മോദിയുടെ അനുമതിയില്ലാതെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം സിനിമകളിലൊന്നും സജീവമല്ല ഉണ്ണിമുകുന്ദൻ. ജോഷിയുടെ ചിത്രം ഉടനുണ്ട് എന്നാണ് സൂചന. ഇതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട പ്രചരണം ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സിൽവർ കാസ്റ്റ് ക്രിയേഷൻസ് ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. യഥാർത്ഥ സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിന്റെ കഥ പറയുക എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ മോദിയുമായുള്ള ആഴത്തിലുള്ള ബന്ധവും ചിത്രത്തിൽ പ്രതിപാദിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനിക VFX, രാജ്യത്തെ മികച്ച സാങ്കേതിക വിദഗ്ധരുടെ വൈവിധ്യം എന്നിവ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കുന്നത്. പാൻ ഇന്ത്യ റിലീസിനൊപ്പം ഇംഗ്ലീഷിലും ചിത്രം നിർമ്മിക്കുന്നുണ്ട്. ഛായാഗ്രഹണം KK സെന്തിൽകുമാർ, ISC സംഗീതം രവി ബസന്തൂർ, എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്, പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിൽ, ആക്ഷൻ കിങ് സോളമൻ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഗംഗാധരൻ NS, വാണിശ്രീ B, ലൈൻ പ്രൊഡ്യൂസേഴ്സ് TVN രാജേഷ്, കോ ഡയറക്ടർ നരസിംഹ റാവു M, മാർക്കറ്റിംഗ് മാൾസ് ആൻഡ് ട്രെൻഡ്സ്, PRO ശബരി എന്നിങ്ങനെയാണ് മാ വന്ദേ എന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം പുറത്തു വന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ PROയുടെ ആണ് അല്ല, നിങ്ങളപ്പോ ഈ ഒരാളുടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ സിനിമ, ഒരാളുടെ ജീവിതം സിനിമയാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളെങ്കിലും അറിയണ്ടേടേ. ഇത് നരേന്ദ്രമോദി പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയല്ലേ നിങ്ങൾ എടുക്കുന്നത്? അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് അദ്ദേഹത്തിനല്ലേ, നാട്ടുകാർക്കാണോ? അദ്ദേഹത്തിന്റെ ജീവചരിത്രം, ആ ആക്ഷനൊക്കെ ഉണ്ട്. അദ്ദേഹം എന്ത് ആക്ഷനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുള്ളൂ. കേട്ട കഥകളിലൊന്നും ഈ ആക്ഷൻസിനെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഒരാഴ്ച മുമ്പാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. ഇതോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ വിഷയമെത്തിയത്. പാൻ ഇന്ത്യൻ ചിത്രം ഹിന്ദി, ഗുജറാത്തി, മലയാളം ഭാഷകളിൽ ഉൾപ്പെടെ റിലീസ് ചെയ്യുമെന്നും അവകാശമെത്തി. നിർമ്മാതാക്കളുടെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ബാല്യം മുതൽ രാഷ്ട്ര നേതാവാകുന്നത് വരെയുള്ള യാത്രയാണ് ഈ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അന്തരിച്ച അമ്മ ഹീരാബെൻ മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അദ്ദേഹത്തിന്റെ യാത്രയിലുടനീളം പ്രചോദനത്തിന്റെ സമാനതകളില്ലാത്ത ഉറവിടം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഹീരാബെൻ മോദിയാണ് ഇതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. തന്റെ കുട്ടിക്കാലത്ത് നരേന്ദ്രമോദിക്കൊപ്പം പട്ടം പറത്തി കളിച്ചിട്ടുണ്ടെന്ന് ഉണ്ണിമുകുന്ദൻ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. കുട്ടിക്കാലത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉണ്ണി വളർന്നത്. അങ്ങനെയാണ് മോദിയെ കണ്ട് പരിചയം. മകരസംക്രാന്തി ഉത്സവത്തിന്റെ ഭാഗമായിരുന്നു പട്ടം പറത്തൽ. കുട്ടികളുടെ മത്സരത്തിൽ ഒപ്പം ചേരാനായിരുന്നു മോദിയുടെ വരവ്. അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഏറെ നേരം പട്ടം പറത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പം ചെലവിടാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു. പട്ടം പറത്തി എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു അംഗീകാരമായി ഉണ്ണിമുകുന്ദൻ എടുക്കരുത്. മോദി അങ്ങനെ പല കുട്ടികളോടൊപ്പം പട്ടം പറത്തും, സംസാരിക്കും, ചിരിക്കും, കളിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഒരു നടനല്ലേ, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു നടനെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നരേന്ദ്രമോദി പോലും അറിയാതെ അദ്ദേഹത്തിന്റെ സിനിമ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്തോ ഉഡായിപ്പ് ഇതിലുണ്ടല്ലോ, അത് കേന്ദ്രം കണ്ടുപിടിച്ചോളൂ.